കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കള് പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങാനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്നാ പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാ. അപ്പൊ അച്ഛൻ ബഹളം വെച്ച അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിന്റെ അറിവിലേക്കാണ്. സാറേ, നിലവിൽ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമവ്യവഹാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും എത്രത്തോളം അത് പ്രവൃത്തി പദത്തിൽ വരുന്നു എന്ന് സംശയമാണ്. സാറേ, ഈ സമീപകാലത്ത് വന്നൊരു വാർത്തയാണ്. മക്കൾ കാനഡയിൽ, മാതാപിതാക്കൾ നാട്ടിൽ മുഴുപട്ടിണിയിൽ. അവസാനം അപമാനഭാരം സഹിക്കാൻ വയ്യാതെ ഇരുവരും ആത്മഹത്യ ചെയ്തു. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിൻ്റെ അമ്മ മരണപ്പെട്ട ദിവസം അദ്ദേഹം എഴുതിയ ഹൃദയഭേദകമായ ഒരു കുറിപ്പുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് പോയി വായിച്ചു നോക്കും. ഒരിട്ട് കണ്ണുനീര് പൊഴിക്കാൻ നമുക്കത് വായിക്കാൻ കഴിയില്ല. വി.ഡി. സതീശൻ സാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുന്ന സമയം ആ കസലിൽ ഇരുന്നിട്ടൊരു 10-20 സെക്കൻഡ് മൗനിയായിട്ടിരുന്നു. എല്ലാ മുൻനിര മാധ്യമങ്ങളും അതൊന്ന് ഫോക്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അടിക്കുറിപ്പായി ചിലർക്ക് എഴുതിയ ആ വാക്ക് വായിച്ചു കഴിഞ്ഞാൽ ഹൃദയമുള്ള മനുഷ്യർ ഒന്ന് തേങ്ങിപ്പോകും. മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ ഏതൊരു സൗഭാഗ്യം കൈവരിക്കുമ്പം നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ സൗഭാഗ്യം കൈവരിക്കാൻ കാരണക്കാരായ അതിന് ഹേതുവായ നമ്മുടെ മാതാപിതാക്കളൊക്കെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. പക്ഷേ പല മാതാപിതാക്കളും നമ്മളൊക്കെ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തുമ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൗനം ആലോചിച്ച് നോക്കിയേ. തത്തി കളിക്കുന്ന പ്രായത്തിൽ, ഒന്ന് എഴുന്നേറ്റ് കൃത്യമായി നടക്കാൻ പറ്റാത്ത പ്രായത്തിൽ വിരൽ തുമ്പത്ത് പിടിച്ച് നമ്മളെ കൃത്യമായി നടത്തുന്ന അച്ഛൻ, മാറോട് ചേർക്കുന്ന അമ്മ, നമ്മൾ ജീവിച്ചു വന്ന ദുർഘടമായ പാതകളെയൊക്കെ നമ്മളിങ്ങനെ ഓർത്തിട്ട് ഒരല്പസമയം നമ്മളൊന്ന് മൗനികളാവും. ഞാൻ ഈ അനുഗ്രഹത്തിൻ്റെ ശ്രേണിയിലേക്ക് കയറുന്ന സമയം എൻ്റെ മാതാപിതാക്കൾ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കും ഇതൊരു മനുഷ്യനും. അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്തേക്ക് അവരില്ലാത്തതിൻ്റെ ഒരു വേദനയാണ് നമ്മുടെ മൗനം പലത്. പക്ഷേ പല ആളുകളും വിദ്യാഭ്യാസം കൊണ്ട് ഔന്നിത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വഴിയിൽ കിടക്കുന്ന തെരുവ് നായയുടെ പോലും വില കൊടുക്കാത്തവരാണ്. എന്നാലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടോ? ഈ അച്ഛൻ്റെ മകനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്. ഒരാൾ അധ്യാപകനാണെന്നറിയുന്നു. എൻ്റെ ഓൺലൈൻ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ദുർഘടമായ സാഹചര്യങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതിന് മുമ്പ്, അവരുടെ അവസ്ഥയെ നാട്ടുകാർ പറയുന്നതിന് മുമ്പ്, ഈ മക്കളെന്ന് പറയുന്നവരുണ്ട്, ഈ നീചന്മാർ, അവരുടെ ചിത്രമാണ് നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ടത്. അവരുടെ ചിത്രമാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടത്. അങ്ങനെ ഇവനെയൊക്കെ നാണം കെടുത്തണം. ഇവനൊക്കെ പഠിച്ച് വലിയ സ്ഥാനത്തേക്ക് എത്തി സ്വയം പര്യാപ്തരായി പോകണമെങ്കിൽ പോയിക്കോട്ടെ, പോകണമെന്നല്ല പറയാം, പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. പക്ഷേ ഇവരങ്ങനല്ല ചെയ്യുന്നത്. ഈ പാവങ്ങളുടെ സമ്പത്തും സമയവും ഊർജ്ജം ചെലവഴിച്ചുണ്ടാക്കിയ, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ സമ്പത്തും കൂടി ഇവന്മാർ അടിച്ചുകൊണ്ടായി പോകുന്നത്. എന്നിട്ട് ഉടുതുണി മറുതുണി ഇല്ലാതെ ഇവർ വൃദ്ധസദനത്തിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാർ ഒരു കൃത്യമായ അവലോകനവും നടപടിയെടുക്കണം. ഇങ്ങനെയുള്ള നീചന്മാരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകണം. സാറേ, ഈ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ അന്യരാജ്യങ്ങളിലേക്ക് പോകണ്ട, ഈ മക്കളെ കൊണ്ട് വിടാൻ വേണ്ടി പാതിരാത്രിയിൽ കല്ലട ബസ്സിൽ പോകുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. അവരെ വിളിക്കാൻ പോകുന്നവരെ നമുക്കറിയാം. അങ്ങോട്ട് ഉണ്ടാക്കി 10 ദിവസം കഴിയുമ്പോൾ അവധിയാണെങ്കിൽ വീണ്ടും പോവാണ്. ഇങ്ങനെ എത്രയോ രാത്രികൾ കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് ഈ മക്കളെ കൊണ്ട് വിടാനും വിളിക്കാനും ഒക്കെ പോയി അവസാനം ഇവരൊക്കെ നല്ല സ്ഥാനങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി ജോലി ചെയ്ത് നല്ലൊരു സമ്പത്തൊക്കെ ഉള്ള ആൾ, അത്യാവശ്യം സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾ, ഹൈ പ്രൊഫൈലുള്ള ഒരാൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നെ കാനഡയിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ അറിയില്ല ഇവർക്ക്. പിന്നെ ഈ അച്ഛനും അമ്മേനെയൊക്കെ വിദേശ രാജ്യത്തേക്ക് പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇവള് പ്രസവിച്ച് കഴിയുമ്പോൾ ഇവിടെ ചോരത്തുടി കഴുകാനും ഈ കൊച്ചിനെ കുളിപ്പിക്കാനും അവരുടെ അപ്പി കോരാനും ഒക്കെയാണ് ഈ അച്ഛനും അമ്മയൊക്കെ. എല്ലാവരും കാര്യമല്ല പറയുന്നത്. പ്രവാസ ലോകത്ത് മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുന്നവരുമുണ്ട്, ഒരു പുഴുവിൻ്റെ വില കൊടുക്കാത്തവരുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, മോനെ, എത്ര മുകളിൽ കയറി ഡാൻസ് ചെയ്താലും താഴെ വന്നിട്ടുള്ള സമ്മാനം കേട്ടാ, താഴെ വന്നേ സമ്മാനമുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏത് തരം കുറ്റകൃത്യങ്ങളും ആയിക്കോട്ടെ, അതുപോലല്ല മാതാപിതാക്കളോട് കാണിക്കുന്നത്. അവരെ നിന്ദിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ട് പോകും. വന്നിക്കലാ മാതാപിതാക്കളെ വേണ്ടത്, ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. മാതാപിതാക്കൾ ബഹുമാനിക്കുന്നവർക്ക് ദീർഘായുസ് ഉണ്ടാവുന്ന. അതുമാത്രമല്ല, നൽകുന്നതാണ് ഒരു കുഞ്ഞിനെയും അവന് ഞാൻ, നൽകുന്നതാണ് അവൻ എപ്പോഴും ഗുണം ചെയ്യുവാൻ. നമ്മളിങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന, ICU കിടക്കുന്ന സമയത്ത് പുറത്തു നിന്ന് മിഴി നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരും.
നിന്ദിച്ചവർക്കിതിനൊക്കെയും അക്സാണ്. അക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. വയസ്സും ചുരുങ്ങും മക്കളും എതിരാണ്. നമ്മുടെ വയസ്സും ചുരുങ്ങിപ്പോവും, ആയുസെത്താതെ തീർന്നും പോവും. നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളായിരിക്കും. മക്കൾ ശത്രുക്കളാകുന്ന ഏതൊരുത്തരെയും നോക്കിയോ അവൻ അവൻ്റെ ഭൂതകാലത്ത് സ്വന്തം തന്തേനെയും തള്ളേനെയും അമ്മാതിരി വെറുപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മനുഷ്യർ തൻ്റെ മാതാപിതാക്കളോട് ഏതെങ്കിലും തരത്തിൽ അകന്നു നിൽക്കുന്ന ഒരു പല കാരണങ്ങളുണ്ടാകാം. നമ്മളോട് തന്നെയുള്ള ബിഹേവിയർ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ അവരനാദരിക്കാനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല. എന്തെല്ലാം നമുക്ക് ദ്രോഹം ചെയ്താലും നമുക്ക് എത്രയേ ഉള്ളൂ, നമ്മളെ പോറ്റി വളർത്തിയവരാണ്. അവരോടൊക്കെ നമുക്ക് ഹിക്മത്തിൽ തന്ത്രപരമായി നയപരമായി നമുക്ക് നിൽക്കുന്നതിനപ്പുറത്തേക്ക് അവരെ അകറ്റാനും വെറുക്കാനും ചീത്ത പറയാനുമുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാറോട് ഒരിക്കൽ കൂടി പറയാണ്, സാറേ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നടപടി എടുക്കണം. ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അവലോകനം ഉണ്ടാവുകയും ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് നമ്മുടെ നാട്ടിൽ ഈ മാതാപിതാക്കളെ ഒഴിവാക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള ആ വിഷയത്തിൽ കൃത്യമായി ഒരു കർമ്മോത്സുകതയോടുകൂടി ഇവിടുത്തെ നിയമങ്ങൾ ഇടപെടാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക.